Hello, welcome back to another video. The all new Auburn Roll Easer എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഒരു ടീസർ കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഫീഷ്യൽ ലോഞ്ച് കാര്യങ്ങളും ഈ ഒരു നവംബർ 7 ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കൂട്ടേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിന് ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡെയിലി ഓരോ മോഡൽസ് വരുന്നത് കോമ്പറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു മാർക്കറ്റിലോട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പൺ ഇലക്ട്രിക്സ് ലോഞ്ച് ചെയ്തൊരു മോഡലാണ് ഓപ്പൺ റോ റീസർ എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഈ ഇസർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തന്നെ ഈസി എന്നാണ് അവർ പ്രൊണൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡെയിലി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിറ്റി ഓറിയൻറ്റഡ് ട്രാഫിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റൈഡിങ് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മോഡലിൽ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പൺ ഇലക്ട്രിക്സ് ഈ ഒരു മോഡൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഫീച്ചേഴ്സ് അതേപോലെ തന്നെ സ്പെസിഫിക്കേഷൻസ് ഈവൻ ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം വെച്ച് ഈസിയാണോ അല്ലയോ എന്നുള്ളത് നോക്കിയാലോ. So let's go to the video. ഫസ്റ്റ് നമുക്ക് ഡിസൈൻ വൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അത് റൗണ്ട് ഷേപ്പിലാണ് ഡിസൈൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളാണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. സോ ഓവറോൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ആ ഹെഡ്ലൈറ്റ് പോർഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റെയർ പോർഷനിൽ നൽകിയിട്ടുള്ളത് LED ടൈലൈറ്റ് കാര്യങ്ങളാണ്. പിന്നെ ഒരു സ്പോർട്ടിനെസ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ടൈലൈറ്റ് കാര്യങ്ങൾ വല്ല ആ ഒരു ടൈൽ ടെഡി കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്പ്ലിറ്റഡ് ഗ്രാബ് റെയിൽസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ടാങ്ക് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബിഗ്ഗർ സൈസ് ഫീൽ ചെയ്യുന്ന ഒരു ടാങ്ക് പോർഷൻ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അവിടെ നമുക്ക് ആ ഒരു EZ റോർ എന്ന് പറഞ്ഞ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഗ്രാഫിക്സ് വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മിനിമലിസ്റ്റിക് ആണ്, ബട്ട് ലുക്ക് വൈസ് പ്രിറ്റി ആയിട്ട് രീതിയിൽ തന്നെയാണ് കമ്പനി ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ടാങ്ക് പോർഷൻ്റെ എഡ്ജ് പോർഷനിലായിട്ട് നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് രീതിയിൻ്റെ ഒരു ഫൈബർ പീസിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓപ്പൺ ഈ ഒരു മോഡലിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിംഗിൾ പീസ് സീറ്റ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. പില്ലർ സീറ്റ് കുറച്ചുകൂടി ഉയർന്ന രീതിയിലാണ്, ലൈക്ക് ഒരു സ്പ്ലിറ്റ് സീറ്റ് ഡിസൈനോട് സാധിച്ചു തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ പൊസിഷനിങ് കാര്യങ്ങളൊക്കെയും ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഓവറോൾ ഡിസൈൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ആ ഒരു ഡിസൈൻ പോർഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് സസ്പെൻഷൻ പോർഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷൻ കാര്യങ്ങളാണ് നൽകിയിട്ടില്ല. റയറിൽ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷൻ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഗ്രേഡ് സെയറിൽ 200 mm ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 230 mm ലെവൽ വാട്ടറുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു മോഡൽ റൈഡ് ചെയ്യാം. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഓൾ വെതർ കണ്ടീഷനിൽ ആപ്റ്റായിട്ട് രീതി തന്നെയാണ് ഓപ്പൺ ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വെള്ളപ്പൊക്കം കേരളത്തിലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ആ ഒരു ഫീച്ചർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 230 mm വാട്ടർ ലെവൽ ഉണ്ടെങ്കിൽ പോലും വണ്ടി റൈഡ് ചെയ്താൽ യാതൊരുവിധ ഇഷ്യൂസ് കാര്യങ്ങളും ഇൻറ്റേർണലി അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക് പോർഷൻ കാര്യങ്ങളൊന്നും പറ്റില്ല എന്നാണ് ഓപ്പൺ ക്ലെയിം ചെയ്തിട്ടുള്ളത്. കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈ ഒരു മോഡലിൻ്റെ അതർ ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 3 ബാറ്ററി വേരിയൻ്റ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 95 km ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ വരുന്നത്. റേഞ്ച് കാര്യങ്ങൾ 175 km ആണ് കമ്പനി ക്ലെയിം ചെയ്തത്. ഇപ്പോൾ 175 കിട്ടിയില്ലെങ്കിൽ ഒരു 140-150 ആ റേഞ്ചിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഫിഗറും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് റേഞ്ച് മാത്രമല്ല, ഈ ഒരു മോഡലിൽ മെയിൻ ഫാക്ടറായിട്ട് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് ടൈമാണ്. കാരണം ഈ ഒരു മോഡലിൽ 0 to 80% ചാർജ് ആവാൻ 2 hours മതി. സോ അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. കാരണം മോഡൽസ് യൂസ് ചെയ്യുന്നവർ മിക്കവരും ഫേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ചാർജിങ് ഡ്യൂറേഷനാണ്. ഇപ്പോൾ നമ്മൾ ഒരു 11 hour അല്ലെങ്കിൽ 10 hour അല്ലെങ്കിൽ 6 hour 7 hour ഒക്കെ നമ്മൾ ചാർജിങ് ടൈം എടുക്കാറുണ്ട്. ഇപ്പോൾ ഡിപ്പെൻസ് മോഡൽസ് വ്യത്യാസമുണ്ട് കേട്ടോ, ഞാൻ എല്ലാ മോഡൽസും അല്ല പറഞ്ഞത്, കോമൺലി വരുന്ന ആ ഒരു ചാർജിങ് പീരീഡാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മോഡലിൽ ചാർജിങ് ടൈം എടുക്കുന്നത് 2 hours ആണ്. അതായത് മോസ്റ്റ് ഫാസ്റ്റ് ചാർജിങ് ആണ് ഓപ്പൺ ഈ ഒരു മോഡലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് ചാർജർ കാര്യങ്ങൾ പോർട്ടബിളായിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് സ്കൂട്ടർ തോന്നിയത്. ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കൊരു 2 hour കൊണ്ടൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഒരു സ്കൂട്ടർ വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. സോ അതെനിക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ ടൈം പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു മോഡലിൽ നമുക്ക് 3 ബാറ്ററി വേരിയൻസ് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ 2.6 kW, 3.4 kW ആൻഡ് 4.4 kW ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽസിൻ്റെ പ്രൈസും കാര്യങ്ങളും കിലോമീറ്റർ റേഞ്ച് ആയാലും ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ 2.6 kW മോഡലിന് നമുക്ക് വരുന്ന പ്രൈസ് കാര്യങ്ങൾ 89,999 രൂപയാണ് വരുന്നത്. കിലോമീറ്റർ റേഞ്ച് വരുന്നത് 110 km കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ആൻഡ്
നെക്സ്റ്റ് മോഡൽ 3.4 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 1 lakh ആണ് വരുന്നത്. നെക്സ്റ്റ് 4.4 കിലോ വാട്ടിൻ്റെ ബാറ്ററി വരുന്നത് 1,10,000 ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതിൻ്റെ കിലോമീറ്റർ റേഞ്ച് വരുന്നത് 175 കിലോമീറ്റർ ആണ്. ആൻഡ് 3.4 കിലോ വാട്ടിൻ്റെ ബാറ്ററിയുടെ വരുന്നത് 140 കിലോമീറ്റർ ആണ് റേഞ്ചും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ്ഡ് പ്രൈസ് കാര്യങ്ങളാണ്. സോ ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമാണ് ഈ ഒരു പ്രൈസും കാര്യങ്ങളും അവൈലബിൾ ആവാനുള്ള ചാൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് 7.5 കിലോ വാട്ട് പവർ ഉള്ളൊരു മോട്ടർ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ബാറ്ററിയുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യസ് ഫസ്റ്റ് LFP ബാറ്ററിയാണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നിലവിൽ 2 വീലേഴ്സ് കാര്യങ്ങളിൽ ഇന്ത്യയിൽ ഇതുവരെ ഈ LFP ബാറ്ററി യൂസ് ചെയ്തിട്ടില്ല. കാർസ് കാര്യങ്ങളൊക്കെയും നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്കൊരു ഡബിൾ ഇരട്ടിയാണ്. പ്രീവിയസ് ബാറ്ററീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററിക്ക് 2 ഇരട്ടിയാണ് നമുക്ക് ആ ഒരു ലൈഫ് പീരീഡ് കാര്യങ്ങൾ കിട്ടുന്നത്. സോ ഇച്ചിരി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബാറ്ററി ആണെന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതുപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റൻസ് കാര്യങ്ങൾ വളരെ വളരെ കുറവാണ്. ഇപ്പോൾ പ്രീവിയസ് മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹീറ്റ് മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി കാര്യങ്ങളാണ്. സോ അതാണ് ഈ ഒരു ബാറ്ററിക്ക് വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ്. സോ ഒരു സേഫ്റ്റി പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓവർ ഹീറ്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഒരു ഈവൻ ഫയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള മാക്സിമം പ്രൊട്ടക്ഷൻ തന്നെയാണ്. സോ അതൊരു നല്ലൊരു ഫീച്ചർ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 80% ചാർജ് ആവാൻ അറൗണ്ട് ഒരു 2 hour എടുക്കുന്നത് നമുക്ക് ഈ ഒരു ടോപ്പ് മോഡൽ കാര്യങ്ങൾ. ആൻഡ് അതർ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫുള്ളി TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ആ ഒരു ഫ്യൂൽ ലെവലൊക്കെ കാണിച്ചാണ് നമ്മളെ നോർമൽ പെട്രോൾ ബൈക്സിൻ്റെ ആ ഒരു ഫ്യൂൽ ഇൻഡിക്കേഷൻ കാര്യങ്ങൾ കാണിച്ച പോലെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. സോ ഓവറോൾ ഡീസൻ്റ് ആയിട്ടുള്ളൊരു TFT ഡിസ്പ്ലേ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. പറയത്തക്ക അത്ര വലിയ മാരക ഫീച്ചേഴ്സൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരു നോർമൽ യൂസിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ സേഫ്റ്റിയുടെ പോർഷനിലാണെങ്കിൽ നമുക്ക് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ബാറ്ററി അലേർട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ മൊബൈൽ ആപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിമോട്ട് ഡയഗ്നോസിസ്, GPS, റൈഡിംഗ് ട്രാക്കിംഗ് അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ആ ഒരു മൊബൈൽ ട്രാക്കിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് 4 കളർ സ്കീം കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഒരു രക്ഷയില്ല, പേര് കാര്യങ്ങളൊക്കെയും വേറെ രീതിയിലാണ് ഇട്ട് വെച്ചത്. എന്തായാലും പറയാം, ഇലക്ട്രോ ആംബർ, സർച്ച് സിയാൻ, ലുമിന ഗ്രീൻ, ഫോട്ടോൺ വൈറ്റ് ആണ് ഈ ഒരു 4 കളർ സ്കീം കാര്യങ്ങൾ. ഇതിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, ഈ 4 കളർ സ്കീം കാര്യങ്ങളാണ്. വൈറ്റ്, ഗ്രീന്, ബ്ലൂ, ആ ഒരു ഓറഞ്ച് കളർ പോലത്തെ ഒരു സ്കീം കാര്യങ്ങൾ, ഇതൊക്കെയാണ് സംഭവം. വായിക്കൊള്ളാത്തൊരു പേര് കാര്യങ്ങളാണ് എന്തായാലും കളറുകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റ് കാര്യങ്ങളിലും അതുപോലെ തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂംസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. 2,999 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡലിൽ ബുക്കിംഗ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വാറണ്ടിയുടെ പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നോർമൽ വാറണ്ടി വരുന്നത് 3 year അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ ആണ് ബാറ്ററി വാറണ്ടി വരുന്നത്. മോട്ടറിനാണെങ്കിൽ നമുക്ക് 3 year ആണ് വാറണ്ടി കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ഇനി എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് നമുക്ക് 5 year വാറണ്ടി എടുക്കാം, അല്ലെങ്കിൽ 75,000 കിലോമീറ്റർ. മോട്ടറിന് നമുക്ക് 5 year or 75,000 കിലോമീറ്റർ ആണ് വരുന്നത്. സർവീസിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോർ സ്റ്റെപ്പ് സർവീസ് കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഷോറൂംസ് കാര്യങ്ങൾ എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പം നിലവിൽ 2 ഷോറൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമുക്ക് ട്രിവാൻഡ്രത്തും മറ്റൊന്ന് നമുക്ക് കൊച്ചിയിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തുടരെ ഈ ഒരു 60 ഷോറൂംസ് കാര്യങ്ങളിൽ പുതിയതായിട്ട് അവർ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. സോ നിയറസ്റ്റ് ആയിട്ട് കേരളത്തിൽ തന്നെ അത്യാവശ്യം വേണ്ട ഷോറൂംസ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി മോർ സർവീസ് കാര്യങ്ങൾ അവൈലബിൾ ആവാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഡോർ സ്റ്റെപ്പ് സർവീസ് കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു മോഡൽ മെയിനായിട്ടും ഓപ്പൺ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ഡെയിലി കമ്പ്യൂട്ടറായിട്ട് ഒരു പ്രീവിയസ് മോഡൽസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സിറ്റിക്ക് ബേസ് ചെയ്ത രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും നൽകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ആരൊക്കെ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡെയിലി കമ്പ്യൂട്ടറായിട്ട് ഒരു സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള യൂസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് നിങ്ങളൊരു EV മോട്ടോർ സൈക്കിളാണ് നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം അതിന് രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും ആ ഒരു സിറ്റി പോർഷൻ കാര്യങ്ങളാണെങ്കിൽ ഈവൻ നമുക്ക് ആ ഒരു ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മോഡലിന് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. EV സ്കൂട്ടർ നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ ആയത് ചാർജിങ് ടൈം കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ഈ ഒരു മോഡലിൽ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. സിറ്റി റൈഡിങ്ങിൽ കൂടുതൽ നിങ്ങൾ EV മോട്ടോർ സൈക്കിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂംസ് കാര്യങ്ങൾ ഇപ്പോൾ ട്രിവാൻഡ്രം അല്ലെങ്കിൽ എറണാകുളത്ത് അവൈലബിൾ ആയിട്ടുണ്ടാവും. അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. അതുപോലെ ബുക്കിംഗ് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ അവരുടെ വെബ്സൈറ്റ് കാര്യങ്ങളിൽ കയറി നിങ്ങൾക്ക് ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങൾ ചെയ്യാനാണ്. 3,000 rupees കൊടുത്താൽ ബുക്കിംഗ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഓബൺ റോർ ഇസഡിൻ്റെ മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു മോഡലിൽ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവുന്നതായിരിക്കും. അതിനുശേഷം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ നമ്മൾ ചെയ്തായിരിക്കും. ആൻഡ് ഓൾമോസ്റ്റ് റേഞ്ച് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മോഡൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഓപ്പൺ ഇലക്ട്രിക് റോർ ഇസഡ് എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. And channel subscribe ചെയ്യാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ. ബൈ.